ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ചെയ്യാൻ പോകുന്നത് ക്രിസ്പി ആയിട്ടുള്ള ഓണിയൻ റിങ്സ് നമുക്ക് എങ്ങനെ വീട്ടിൽ തയ്യാറാക്കാമെന്നാണ്. ഞാനിത് റെഡിയാക്കി വെച്ച ഓണിയൻ റിങ്സ് ആണ്. ഞാനിതിപ്പോൾ കോൺഫ്ലേക്സിലാണ് ഞാനിത് കോട്ട് ചെയ്തത്. അതുകൊണ്ടാണ് ഒരു എന്താ പറയുക, നമ്മൾ റസ്കിൽ കോട്ട് ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടിയും ക്രിസ്പിനെസ് നമുക്ക് കോൺഫ്ലേക്സിൽ കോട്ട് ചെയ്ത് കിട്ടും. അതുകൊണ്ടാണ് ഞാൻ കോൺഫ്ലേക്സിൽ കോട്ട് ചെയ്തിരിക്കുന്നത്. നല്ല ക്രിസ്പി ആയിട്ടുള്ള ഓണിയൻ റിങ്സ് നമുക്കിന്ന് എങ്ങനെ റെഡിയാക്കി എടുക്കാം എന്ന് നോക്കാം. ഇനി ഓണിയൻ റിങ്സ് ഡസ്റ്റ് ചെയ്യാനുള്ള കൂട്ടുണ്ടാക്കാം. ഡസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ആ പൊടിയിൽ മുക്കി നമ്മൾ കുറച്ചു നേരം വെച്ചിട്ട് പിന്നെ അത് ബാറ്ററിൽ മുക്കി പിന്നെയും പൊടിയിൽ മുക്കി പിന്നെയും ബാറ്ററിൽ മുക്കി, അങ്ങനെ 3 പ്രാവശ്യം ഈ പൊടിയിൽ മുക്കിയിട്ടാണ് നമ്മളത് ഫ്രൈ ചെയ്യണേ. ആ പൊടിയിൽ മുക്കണേനെ പറയുന്നതാണ് ഡസ്റ്റ് ചെയ്യാന്ന്. അപ്പൊ ആ ഡസ്റ്റ് ചെയ്യാനുള്ള ആ പൗഡർ അതാണ് നമ്മളിപ്പോൾ റെഡിയാക്കുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് മൈദയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. പറഞ്ഞല്ലോ, ഞാൻ ഈ സ്പൂണാണ് യൂസ് ചെയ്യുന്നത്, ടേബിൾ സ്പൂൺ അല്ല. ഈ സ്പൂൺ കൊണ്ടാണ് ഞാൻ അളവ് പറഞ്ഞത് കേട്ടോ. ഇപ്പൊ 3 സ്പൂൺ മൈദ ഞാൻ എടുത്തിട്ടുണ്ട്. ഈ സ്പൂൺ നിറയാണ്, വടിച്ചിട്ടൊന്നുമല്ല. ഇനി ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കണം. കോൺഫ്ലോർ 1 സ്പൂൺ മതി. 1 സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ബാറ്റർ ഉണ്ടാക്കുമ്പോൾ ഓൾറെഡി അതിനകത്ത് നമ്മൾ കോൺഫ്ലോർ ചേർക്കുന്നുണ്ടല്ലോ, അപ്പൊ അത് കാരണം ഇതിനകത്തേക്ക് 1 സ്പൂൺ മതി. ഇതൊന്ന് പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഡസ്റ്റ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ എടുക്കുന്ന ഈ പാത്രത്തിനകത്ത് ഒട്ടും നനവ് പാടില്ല. അതേമാതിരി എടുക്കുന്ന സ്പൂണിലും ഒട്ടും നനവ് പാടില്ല. ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞെങ്കിൽ നമുക്കിതങ്ങ് മാറ്റി വെക്കാം. പിന്നെ ബാറ്ററിനുള്ളത് നമുക്ക് റെഡിയാക്കാം. ഇത് മാറ്റി വെക്കാം. ഇനി മറ്റൊരു ബൗൾ എടുക്കാം. ഈ ബൗളിൽ നമ്മൾ മാറ്റി വെച്ച സെയിം തന്നെ മൈദയും കോൺഫ്ലോറും നമ്മൾ ഇതിനകത്ത് ഇട്ട് കൊടുക്കണം. ബാറ്റർ ഉണ്ടാക്കുമ്പോൾ അധികം ലൂസ് പാടില്ല, ഒരു ഇച്ചിരി കട്ടിയിൽ വേണം ബാറ്റർ ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് മൈദ ചേർത്ത് കൊടുക്കുക. മൈദ ഞാൻ 3 സ്പൂൺ തന്നെയാണ് ചേർക്കുന്നത്. 3 സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കുക. അതിനകത്തേക്ക് 1 സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുക. 1 സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് ഇതിനകത്തേക്ക് നമുക്ക് സോഡാപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ സോഡാപ്പൊടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് പതുക്കൊന്ന് ഇടഞ്ഞു കൊടുക്കുക. ഇനി ഇതിനകത്തേക്ക് കുറച്ച് പാപ്രിക്ക പൗഡർ ആണ്. നിങ്ങളുടെ കയ്യിൽ പാപ്രിക്ക പൗഡർ ഇല്ലാന്നുണ്ടെങ്കിൽ കാശ്മീരി ചില്ലി പൗഡർ 1 ടീസ്പൂൺ ആയാലും യൂസ് ചെയ്താൽ മതി. പിന്നെ നിങ്ങൾക്ക് എരിവ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി യൂസ് ചെയ്തേക്ക് കേട്ടോ. പാപ്രിക്ക പൗഡർ ചേർത്ത് കഴിഞ്ഞാൽ ഒരു ഫ്ലേവറിന് ഒരു വ്യത്യാസം വരും, അതേപോലെ തന്നെ ഒരു കളറും കിട്ടും. പിന്നെ നിങ്ങളുടെ കയ്യിൽ ഉണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒണിയൻ പൗഡർ എടുക്കാം, ഡ്രൈ ഒണിയൻ പൗഡർ എടുക്കാം, അതേപോലെ തന്നെ വെളുത്തുള്ളിയുടെ പൗഡർ. ഇതൊക്കെ നമുക്ക് മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. ഇപ്പൊ സാധാ വീട്ടിൽ ഇപ്പൊ അതൊന്നും സൂക്ഷിച്ച് വെക്കത്തില്ലല്ലോ, അപ്പൊ അതുകൊണ്ട് ഞാൻ അതൊന്നും യൂസ് ചെയ്യണില്ല. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ള ഓണിയൻ റിങ്സ് ആണ് തയ്യാറാക്കുന്നത്. ഇതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ഏകദേശം 1 ടീസ്പൂൺ തന്നെയാണ്, അത് ചേർത്ത് കൊടുക്കുക. ഞാനൊരു ഇച്ചിരി കുരുമുളകിന്റെ പൊടി ചേർക്കുന്നുണ്ട്. ഏകദേശം ഒരു 1/2 ടീസ്പൂണേ ഉണ്ടാവുള്ളൂ കേട്ടോ, അത്രയും ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് എരിവ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ ചേർത്തേക്ക്. ഇനി ഇത് നമുക്ക് ബാറ്റർ ആക്കി എടുക്കാം. ബാറ്റർ ആക്കി എടുക്കാനായിട്ട് പാലാണ് യൂസ് ചെയ്യുക. ഏതെങ്കിലും ടൈപ്പിലുള്ള പാല്, ലോ ഫാറ്റ് ആയാലും ഫുൾ ഫാറ്റ് ആയാലും കുഴപ്പമൊന്നുമില്ല. ഏതെങ്കിലും ടൈപ്പിലുള്ള പാല് എടുത്തേച്ച് ഇതിനകത്തേക്ക് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം. അപ്പം അധികം പൊടി ഇല്ലാത്ത കാരണം കുറച്ച് പാൽ ഒഴിച്ച് തന്നെ നല്ല കട്ടിയിൽ ബാറ്റർ ആയിട്ട് കിട്ടും. അപ്പം അതുകൊണ്ട് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസിന് വ്യത്യാസപ്പെടുന്ന അനുസരിച്ച് ഓണിയൻ റിങ്സിന്റെ ടേസ്റ്റും ടെക്സ്ചറും മാറിപ്പോവും. ഞാൻ പറഞ്ഞല്ലോ, ഉള്ളീൻ്റെ പൊടിയോ അല്ലെന്നുണ്ടെങ്കിൽ ഒണിയൻ പൗഡർ ഒന്നും ഞാൻ ചേർക്കുന്നില്ല. അപ്പം അതൊക്കെ ചേർത്തുണ്ടാക്കുന്ന ഓണിയൻ റിങ്സിന് ഈ ഒരു ടേസ്റ്റ് ആവില്ല, ടേസ്റ്റിന്റെ വ്യത്യാസം വരും. എങ്ങനെയായാലും അതൊക്കെ ചേർത്തുണ്ടാക്കുന്ന ഓണിയൻ റിങ്സിന് തന്നെയായിരിക്കും കൂടുതൽ ടേസ്റ്റ്. ഞാനിപ്പോൾ എല്ലാവരും വീട്ടിൽ അത് ഉണ്ടാവണമെന്നില്ല, അതുകൊണ്ടാണ് അതൊന്നും ചേർക്കാതെ ഓണിയൻ റിങ്സ് ഉണ്ടാക്കി കാണിക്കുന്നത്. പിന്നെ ഇപ്പൊ നിങ്ങൾ പാലിന്റെ പകരം വെള്ളമാണ് ചേർക്കുന്നത്. അപ്പൊ എല്ലാവരും പാല് കഴിക്കണമെന്നില്ല, അപ്പൊ വെള്ളമാണ് ചേർക്കണമെന്നുണ്ടെങ്കിൽ അപ്പോഴായാലും ടേസ്റ്റിന് വ്യത്യാസം വരും. ഇത് കുറച്ചും കൂടി പാൽ ഒഴിക്കണം. പാൽ ഒഴിച്ചിട്ട് ഒരു ബാറ്റർ ആക്കി എടുക്കാം. ഇപ്പൊ നല്ല ബാറ്റർ ആയിട്ട് നല്ല തിക്ക് ബാറ്റർ ആണ് കണ്ടോ. ഇങ്ങനത്തെ ഒരു ഇതിൽ വേണം എടുക്കാനായിട്ട്. കുറച്ചും കൂടി വെള്ളം കൂടി പോയി കഴിഞ്ഞാൽ സവാളന്റെ ആ റിങ്സ് ഉണ്ടല്ലോ, അതൊന്നും അത് പിടിക്കത്തില്ല, ഈ മാവ് പിടിക്കത്തില്ല. അതുകൊണ്ടാണ് കുറച്ച് തിക്ക് ബാറ്റർ ആക്കി എടുക്കുന്നത്. നമ്മളിങ്ങനെ കോരി ഒഴിക്കുമ്പോൾ ഇതേപോലെ വരണം.
ആ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നിങ്ങൾ ഈ ബാറ്റർ എടുക്കാനായിട്ട്. അപ്പോൾ ഇതായിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. പിന്നെ നമുക്ക് വേണ്ടിയത് ബ്രെഡ് ക്രംസ് ആണ്. റസ്കിൻ്റെ പൊടി അല്ലാന്നുണ്ടെങ്കിൽ കോൺഫ്ലേക്സിൻ്റെ പൊടി. ഞാൻ പിന്നെ പറഞ്ഞല്ലോ ഓട്സിൻ്റെ പൊടി ആയാലും നിങ്ങൾക്ക് ജസ്റ്റ് ചൂടാക്കിയിട്ട് പൊടിച്ചെടുത്താൽ മതി. അതിലായാലും ഇത് ചെയ്തെടുക്കാം. ഓട്സിൻ്റെ പൊടിക്ക് ഇത്രയും ഒരു കളറോ ഒന്നും കിട്ടണമെന്നില്ല. അപ്പോൾ ഓട്സിൻ്റെ പൊടി ഇങ്ങനത്തെ റിങ്സ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഓട്സിൻ്റെ പൊടി ഒഴിവാക്കുക. ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് കോൺഫ്ലേക്സ് പൊടിച്ചെടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ബ്രെഡ് ക്രംസ് എല്ലാം എടുക്കാം, റസ്കിൻ്റെ പൊടി ആയാലും എടുക്കാം. ഇത് നമുക്ക് ഇനി മാറ്റി വെക്കാം. ഇനി നമുക്ക് സവാള കട്ട് ചെയ്യുന്നത് എങ്ങനെയാന്ന്, അതായത് റിങ്സ് ആക്കി എങ്ങനെ എടുക്കാന്നുള്ളത് നമുക്ക് നോക്കാം. നിങ്ങളിപ്പോൾ സവാള എടുക്കുമ്പോൾ എപ്പോഴും വലിയ സവാള എടുക്കുക. വലിയ സവാള എടുത്തിട്ട് കട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ റിങ്സ് നല്ല ഇച്ചിരി വലിപ്പത്തിലൊക്കെ കിട്ടത്തുള്ളൂ. കുഞ്ഞു സവാള ആകുമ്പോൾ വീട്ടിലൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, ചെറിയ സവാളയിൽ എടുത്താൽ മതി. പക്ഷെ കാണുമ്പോൾ ഒരു ഭംഗി വേണമെന്നുണ്ടെങ്കിൽ വലിയ സവാള എടുക്കണം. അപ്പം എൻ്റെ കയ്യിലുള്ളതിൽ വലിയ സവാള ഇതാണ്, അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇത് എടുത്തിരിക്കുന്നത്. ഇതിലും വലിയ സവാള നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അതെടുത്തേക്ക്. പിന്നെ ഏറ്റവും ബെറ്റർ നമ്മളിപ്പോൾ കറിക്ക് ഉപയോഗിക്കുന്ന ഇങ്ങനത്തെ സവാളയേക്കാളും വൈറ്റ് ഒണിയൻ ഉണ്ടല്ലോ, നമ്മളിപ്പോൾ ഫ്രൈഡ് റൈസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ യൂസ് ചെയ്യുന്നത്, ആ ഒണിയൻ ആണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് അതാണ്. കാരണം നല്ല കളറും കിട്ടും, അതേപോലെ തന്നെ വലിയ സവാളയാണ് അത്. അതുകൊണ്ട് ഇങ്ങനെ റൗണ്ടാക്കി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല വലുപ്പത്തിൽ അതിൻ്റെ റിങ്സും കിട്ടും. ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ എടുത്തേക്ക്, ഇല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ സാധാ കറിക്ക് ഉപയോഗിക്കണ അങ്ങനത്തെ സവാളയിലും മതി. ആദ്യം ഇതിൻ്റെ അതിങ്ങോട്ട് ചെത്തി കൊടുക്കുക. ഈ ഒരു ഭാഗം ചെത്തിക്കളയുക. അതേപോലെ തന്നെ ഇവിടുത്തെ ഈ ഭാഗം ചെത്തിക്കളയണം കേട്ടോ. ഇതിപ്പോൾ ഞാൻ അതിൻ്റെ ഇതെല്ലാം കളഞ്ഞിട്ടുണ്ട്, രണ്ട് ഭാഗത്തും ചെത്തി കളഞ്ഞിട്ടുണ്ട്, അതിൻ്റെ അതും കളഞ്ഞിട്ടുണ്ട്. നമുക്കിത് റിങ്സ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്യുമ്പോൾ ഒരു ഇച്ചിരി ലെങ്ത്തിൽ, അതായത് കട്ട് ചെയ്യുന്ന ഓരോ റിങ്സും സെയിം, നിങ്ങൾ ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുന്ന ഓരോ റിങ്സിനും സെയിം കനാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഇച്ചിരി കൂടി നല്ലതാണ്. ഇതിപ്പോൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ റിങ്സ് ഇതിൽ നിന്ന് പിടിച്ചെടുക്കണം. അപ്പോൾ ആദ്യം ഇതിൻ്റെ ഉള്ളിലത്തെ ഇതുണ്ടല്ലോ, അത് നിങ്ങൾ ഇങ്ങനെ പുഷ് ചെയ്യുക. ഈ മുകൾ ഭാഗത്തുനിന്ന് അടിയിലേക്ക് പുഷ് ചെയ്യുക. പുഷ് ചെയ്തിട്ട് കളയുമ്പോൾ ഈ റിങ്സ് എല്ലാം ഇങ്ങോട്ട് പൊന്തി വന്നോളൂ. റിങ്സ് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഓരോന്നോരോന്നായിട്ട് പിടിച്ചെടുക്കുക. ഇതേമാതിരി എല്ലാ റിങ്സും പിടിച്ചെടുക്കുക. ഒരു റിങ്സ് എല്ലാം ഞാൻ ഇങ്ങനെ പിടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്കിത് രണ്ട് രീതിയിൽ യൂസ് ചെയ്യാം. നിങ്ങൾക്കിത് വാഷ് ചെയ്തിട്ടാണ് നിങ്ങൾ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം വാഷ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഒരു അരിപ്പക്കൊട്ടയിലേക്ക് വെള്ളം വാലാൻ വെക്കുക. വെള്ളം എല്ലാം വാന്ന് പോയതിന് ശേഷം ഒരു ഉണങ്ങിയ തുണി എടുത്തിട്ട് ഇതുമത്തെ വെള്ളം മുഴുവൻ ഒപ്പിക്കളയണം. ഒപ്പിക്കളഞ്ഞിട്ട് വേണം നമ്മളിത് ബാറ്ററിൽ മുക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ യൂസ് ചെയ്യാം. അതല്ല ഇതിപ്പോൾ ക്ലീൻ ആണ്, കുഴപ്പമൊന്നുമില്ല, ഇങ്ങനെ തന്നെ നേരിട്ട് യൂസ് ചെയ്യാം എന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ നേരിട്ട് ഇങ്ങനെ യൂസ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. അപ്പം അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ യൂസ് ചെയ്യാം. ഞാനിപ്പോൾ എന്തായാലും കഴുകി വെള്ളമെല്ലാം കളഞ്ഞ് തുണി കൊണ്ട് ഒപ്പി ഇങ്ങനെ വെച്ചിരിക്കുന്നതാണ്. അപ്പം ഞാൻ അങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് യൂസ് ചെയ്യാം. ഇനി നമുക്ക് ഈ പാറ്ററിനകത്തൊക്കെ മുക്കിയിട്ട് ഇതെങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാമെന്ന് നോക്കാം. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം ഇതിൽ നിന്ന് ഒരു ഒനിയൻ റിങ്സ് എടുക്കുക. ഒനിയൻ റിങ്സ് എടുത്തിട്ട് ഇതിനകത്ത് ഡസ്റ്റ് ചെയ്യുക. ഇതേമാതിരി നന്നായിട്ട് ഡസ്റ്റ് ചെയ്ത് കൊടുക്കുക. അത് കൈകൊണ്ട് തന്നെ ചെയ്ത് കൊടുത്തേക്ക്. ഇതേമാതിരി ഡസ്റ്റ് ചെയ്ത് കൊടുത്താൽ ഇതുമ്മ നന്നായിട്ട് പിടിക്കും. ഇതുമ്മ വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വെള്ളം കറക്റ്റായിട്ട് ഒപ്പി കളയാഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ, ഒപ്പി കളയാണ്ടാണ് ഇതിനകത്ത് മുക്കണമെന്നുണ്ടെങ്കിൽ ഈ വെള്ളം മുഴുവൻ ഈ പൊടിയുമാവും, പൊടി മുഴുവൻ കട്ട പിടിക്കും. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വെള്ളം നന്നായിട്ട് ഒപ്പി കളഞ്ഞിട്ട് വേണം നിങ്ങൾ ഇതിനകത്ത് മുക്കാനായിട്ട്. അപ്പം ഇതേമാതിരി മുക്കിയെടുത്ത് കഴിഞ്ഞാൽ ഇതുമ്മ എല്ലാത്തുമ്മേ നന്നായിട്ട് ഡസ്റ്റ് ചെയ്തിരിക്കണം കാണാം. ഇനി ഈ ബാറ്ററിനകത്ത് നമുക്ക് മുക്കി കൊടുക്കാം. ബാറ്ററിനകത്ത് ഇങ്ങനെ മുക്കി കൊടുക്കുക. എന്നിട്ട് ഇതിൽ നിന്ന് ഈ ബാറ്റർ മുഴുവൻ ഇതേമാതിരി പിടിക്കുക. അപ്പോൾ ഈ ബാറ്റർ മുഴുവൻ ഇതുമത്തെ എക്സ്ട്രാ ഉള്ളത് മുഴുവൻ ഇതിനകത്തേക്ക് തന്നെ വീണോളും. അങ്ങനെ വീണ് കഴിഞ്ഞതിന് ശേഷം ഒന്നും കൂടി നമ്മൾ ഈ പൊടിക്കകത്തത് ഇട്ട് കൊടുക്കണം. നമുക്കിനി ഈ പൊടിക്കകത്ത് തന്നെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടിയും ഇതേപോലെ ചെയ്തെടുക്കുക. ഇതുമ്പോൾ കണ്ടില്ലേ, നേരത്തേക്കാളും കൂടുതൽ പൊടിയായിട്ടുണ്ട്. ഇനി ഇതൊന്നുകൂടിയും ഈ ബാറ്ററിനകത്ത് തന്നെ ഇട്ട് കൊടുക്കാം.
ഒന്നുകൂടി ഇതേപോലെ മുക്കിയെടുക്കുക. ഇച്ചിരി പണിയുണ്ട് ഇതേമാതിരി ചെയ്തെടുക്കാനായിട്ട്. അത് കഴിഞ്ഞാൽ ഇതേമാതിരി നേരത്തെ ചെയ്തോണം തന്നെ പൊക്കി കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ എക്സ്ട്രാ ഉള്ള ബാറ്റർ മുഴുവൻ അതിനകത്ത് തന്നെ വീണോളൂ. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം കൂടിയും ഈ സെയിം പ്രോസസ്സ് തന്നെ റിപ്പീറ്റ് ചെയ്യാം. അതായത് ഇതിനകത്ത് മുക്കുക, പിന്നെ ഒരു പ്രാവശ്യം കൂടി ഇതിനകത്ത് മുക്കുക. അപ്പം ഞാൻ എന്തായാലും മുക്കണില്ല, കാരണം ഓൾറെഡി ഇതുമ്പോൾ നന്നായിട്ട് കോട്ടായി വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇനി ഞാനിത് ഈ ബാറ്ററിനകത്ത് മുക്കണില്ല, പൊടിക്കകത്ത് മുക്കണില്ല. ഇനി നേരെ ബ്രെഡ് ക്രംസിൽ ഇട്ട് കൊടുക്കാം നമുക്ക്. അതിനകത്ത് ഇട്ട് കൊടുത്തിട്ട് ഇതേപോലെ നമ്മൾ കട്ട്ലറ്റൊക്കെ ഉണ്ടാക്കണോണം ഇതുമേ ബ്രെഡ് ക്രംസ് ആക്കി കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് ഇങ്ങനെ കോട്ടായിട്ട് വരും. അപ്പോഴാണ് ഇത് ശരിക്ക് ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. അല്ല ഒരു പ്രാവശ്യം നമ്മൾ ചെയ്തുള്ളൂ എന്നുണ്ടെങ്കിൽ അത്രയ്ക്ക് ക്രിസ്പി ആവണമെന്നില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ 2 പ്രാവശ്യം ചെയ്തത്. ഒനിയൻ റിങ്സ് നന്നായിട്ട് കോട്ടായി വന്നിട്ടുണ്ട്, കണ്ടില്ലേ? നന്നായി കോട്ടായി വന്നിട്ടുണ്ട്. ഇനി ഇതിങ്ങനെ എടുത്ത് മാറ്റി വെക്കുക. മാറ്റി വെച്ചിട്ട് ബാക്കി എല്ലാ റിങ്സും ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം. നമുക്കിനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്, എന്നാലും ജസ്റ്റ് ഒരു ഡ്രോപ്പ് ഇട്ടിട്ട് ചൂടായോ നോക്കാം. എണ്ണ നല്ല ചൂടാണ്. ചൂടായി കഴിഞ്ഞാൽ തീ സിമ്മിലിടുക. സിമ്മിലിട്ടിട്ട് വേണം നിങ്ങൾ ഓരോ റിങ്സായിട്ട് ചേർത്ത് കൊടുക്കാൻ. പെട്ടെന്നാവും. പെട്ടെന്നായി കഴിഞ്ഞാൽ ഇത് മറിച്ചിടുക. ഇതിപ്പോൾ ഞാൻ കോൺഫ്ലേക്സിന്റെ പൊടിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഒരു ഇച്ചിരി ചിക്കൻ ബ്രോസ്റ്റിന്റെ ഒക്കെ മാതിരി ഒരു ഇച്ചിരി ആയിട്ട് കാണുന്നത്. നിങ്ങളിപ്പോൾ റസ്കിന്റെ പൊടി യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത്രയും വരില്ല കേട്ടോ. അധികം സമയമൊന്നും വേണ്ടി വരില്ല ഇത് ഫ്രൈ ചെയ്ത് വരാനായിട്ട്. ഇതൊക്കെ നന്നായിട്ട് ആയി തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട് എല്ലാ വടകളും. ഞാൻ ഓൾറെഡി ഒരു ട്രിപ്പ് കോഴി മാറ്റി വെച്ചു കേട്ടോ. ഇത് 2ാമത്തെ ട്രിപ്പാണ്. അപ്പം നമുക്ക് ഇനി ഇത് നമുക്ക് മാറ്റാം എണ്ണയിൽ. നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒനിയൻ റിങ്സ് റെഡിയായി. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും. ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല അടിപൊളി പലഹാരമാണ്. സവാളയൊക്കെ വെച്ചിട്ട് നമ്മൾ ഈസി ആയിട്ട് ചെയ്യാവുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സ് ആണ്. അപ്പം അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ടല്ലോ. നമ്മുടെ വീട്ടിലുള്ളത് വെച്ച് തന്നെ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു സ്നാക്കാണ്. അപ്പം എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക.